കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ, എന്താണ് നയീൻ എന്ന വാക്കിന്റെ അർത്ഥം? നയീൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്യൂട്ടി എന്നാണ്, മനോഹരം. മനോഹര പട്ടണം എന്നാണ് ആ പട്ടണത്തിന്റെ പേര്. ഈ മനോഹര പട്ടണത്തിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ അത്ര മനോഹരമല്ലാത്ത, അത്ര സന്തോഷകരമല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ മനോഹര പട്ടണത്തിൽ, സിറ്റി ഓഫ് ബ്യൂട്ടിയിൽ നടന്നത്. വിധവയായ ഒരു സ്ത്രീക്ക് ഏകജാതനായ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് മരണപ്പെട്ടു, മരിച്ചുപോയി. ആ മോൻ മരിച്ചപ്പോൾ വിധവ ഇപ്പോൾ അനാഥയായി, ആരോരും ഇല്ലാത്തവളായി. ആ വിലാപയാത്ര നിങ്ങളൊന്ന് നോക്കിയേ. ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനോഹര പട്ടണത്തിലൂടെയാണ്. മനോഹര പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഈ വിലാപയാത്ര അത്ര മനോഹരമല്ലായിരുന്നു. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ഈ വിലാപയാത്ര പട്ടണത്തിലൂടെ കടന്നു പോകുകയാണ്. മരിച്ച ഒരു മനുഷ്യനെ ശരിക്കും അടക്കേണ്ടത് പട്ടണത്തിന്റെ പുറത്താണ്. കബർന്നഹൂമിന് അടുത്തുള്ള നഗീൻ എന്ന ഈ പട്ടണത്തിൽ യേശു കർത്താവ് എൻ്റർ ചെയ്യുമ്പോൾ പട്ടണത്തിന്റെ ഒരു വഴിയായി, ആ ഗേറ്റ് വഴിയായി ഫ്യൂണറൽ സർവീസും ശവമഞ്ചവും ആളുകളും ഇങ്ങോട്ട് വരികയാണ്. മരണം ആ വഴി ഇങ്ങോട്ട് വരുമ്പോൾ ജീവൻ ഈ വഴി അങ്ങോട്ട് പോവുകയാണ്. മരണം വരുന്ന വഴിയിൽ ഇത് രണ്ടും കൂടെ പട്ടണവാതിക്കൽ വെച്ച് കൂട്ടിമുട്ടാൻ പോവുകയാണ്. മരണം വരുന്ന വഴിയിൽ ഈ ശവമഞ്ചം പട്ടണത്തിന് പുറത്തായി പോയാൽ, യേശു വരാൻ ഒരു 10 മിനിറ്റ് കൂടെ വൈകിയാൽ ഈ ശരീരം അടക്കും, പുഴുക്കും, മണ്ണോട് മൺചേരും. ഞാനിവിടെ കാണുന്നത് കൃത്യമായ ടൈമിംഗ്. ഇത് രണ്ടും പട്ടണത്തിന്റെ ഗേറ്റിന്റെ അവിടെ വെച്ച്, പട്ടണവാതിക്കൽ വെച്ച് ജീവനും മരണവും തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ ടൈമിംഗ്, ദൈവം സെറ്റ് ചെയ്യുന്ന ചില ടൈമിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 13-ാം വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അടുത്തു ചെന്നു, മഞ്ചം ചൊന്നു, ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. 7:13 എഴുതിയിട്ടുണ്ട്, അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട. ദൈവം നിന്നെ നോക്കി കരയണ്ട എന്ന് പറയുന്നെങ്കിൽ പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു. ഇത് ആ സഹോദരി പ്രതീക്ഷിച്ചതാണോ അതോ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു എൻകൗണ്ടർ ആണോ? പ്രതീക്ഷിച്ചത് കൊച്ചിന്റെ ശവമടക്കല്ലേ? പ്രതീക്ഷിച്ചത് എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു അന്തരീക്ഷമല്ലേ? എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം അതല്ലേ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യമല്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, വിതൗട്ട് പ്രയർ, പ്രാർത്ഥനയില്ലാതെ ഈ സഹോദരിയും ഈ കൊച്ചിന്റെ വിഷയം യേശുവിനോട് പറഞ്ഞില്ല. ഈ കൊച്ചിനു വേണ്ടി ശതാധിപന്റെ കേസിൽ നാട്ടുകാർ സംസാരിച്ചതുപോലെ ഒരു നാട്ടുകാരും ഒരു മനുഷ്യരും യേശുവിനോടൊന്നും പറഞ്ഞില്ല. ഒറ്റ കാര്യമേ ഉണ്ടായുള്ളൂ, യേശു അവളെ കണ്ടു, മനസ്സലിഞ്ഞു. ഇത്രയും സംഭവിച്ചാൽ പിന്നെ ഇതിന്റെ ഇടയിൽ ആരും വേണ്ട. മക്കളെ, നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കരയുന്നു, പറയുന്നു എന്നെ ദൈവം അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു. കർത്താവെ നീ എന്താ പ്രവർത്തിക്കാത്തെന്നൊക്കെ പലതിലും നിങ്ങളുടെ മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തും ജീവിത സാഹചര്യങ്ങൾ ഓർത്തും സാമ്പത്തിക വിഷയങ്ങൾ ഓർത്തൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. യേശു കർത്താവ് ആ സ്ത്രീയെ ഒരൊറ്റ നോട്ടത്തിൽ, ഒരൊറ്റ കാഴ്ചയിൽ, ഒരൊറ്റ നോട്ടത്തിൽ അവളുടെ മനസ്സ്, അവളുടെ ആവശ്യം കംപ്ലീറ്റ് റീഡ് ചെയ്യുകയാണ്.
ഒരു പക്ഷെ അവൾ ആ വിലാപയാത്രയിൽ ചിന്തിക്കുന്നുണ്ടാകും. ചിന്തിക്കത്തില്ല എന്ന് പറയരുത് കേട്ടോ. കാരണം അവൾ വിധവയാണ്. ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയുടെ മരിച്ചപ്പോൾ അവൾ അനാഥയാണ്. അപ്പൊ അവൾ ചിന്തിക്കുന്നുണ്ട്, എനിക്കിനി ആരുമില്ല, എനിക്കിനി ആരുമില്ല. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞും പോയല്ലോ, എനിക്കിനി ആരുമില്ല. പക്ഷെ ഇത് അവൾ ആരോടും പറയുന്നില്ല. ഒരു നാട്ടുകാരോടും പറയുന്നില്ല, മഞ്ചം ചുമക്കുന്നവരോട് പറയുന്നില്ല, വിലാപയാത്രയിൽ അനൗൺസ് ചെയ്യുന്നില്ല, പ്രകടമാക്കുന്നില്ല. പക്ഷെ ഹൃദയം തകർന്ന് നിൽക്കുകയാണ്. എന്റെ യേശുവിൽ മാത്രം ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയാണത്. അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമാണ്. ആ ഒരു അനുതാപം, സങ്കടം, ഹൃദയത്തിൽ ആ ഒരു പിടച്ചിൽ ഏതെങ്കിലും വിഷയങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ഹൃദയം പെടയുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടോ? 100-ൽ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇതിനെ കാണുന്ന, ഇത് കൃത്യമായി അറിയുന്ന നല്ലൊരു ദൈവം നിങ്ങൾക്കുണ്ട്.